കനക തമ്പായി ഇവരെയും കാത്ത് അവിടെ ബസ് കാത്തു നിൽക്കുന്നുണ്ട്. ഇവർ മിസ്സായതാണ്. ദയവചെയ്ത് അവർ കനക തമ്പായി എത്രയും പെട്ടെന്ന്. ഹലോ ഗൈസ്, നമ്മൾ പറയുന്നതൊന്നും കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. നമ്മളങ്ങനെ എല്ലാ പെരുങ്കളിയോടെ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പെരുങ്കളിയോടെ മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോ വന്നത് എവിടെയാണ്? രാമൂല്യം കഴകം. മരണത്തിരക്ക്, ഭയങ്കര തിരക്ക്. തീരെ നടക്കാനോ പോകാനോ പറ്റുന്നില്ല. ഇപ്പൊ ഒരു ഇടവഴി കണ്ടിട്ട് നമ്മള് ഈ ഇടവഴിയിലൂടെ കേറിയിട്ടുണ്ട്. ഇതിപ്പോ ഏതെങ്കിലും വീട്ടിൽ അല്ലല്ല വീട്ടിൽ ഏതാ കല്യാണപ്പുറക്കത്ത് പറയില്ല. കല്യാണപ്പുറക്കത്തിനെങ്കിൽ നമുക്ക് അവിടുന്ന് ഭക്ഷണം കഴിച്ച് അവരോടൊരു ഹാപ്പി മാരീഡ് ലൈഫോ ഇനിയല്ല ഹാപ്പി ഹൗസ് വാമിങ്ങോ എന്തെങ്കിലും പറഞ്ഞു തരാം. ഇത് കലവറ അല്ല, ഹൗസ് വാമിങ് ആണെങ്കിൽ ഞാൻ പറഞ്ഞത് ഇത് കലവറയിലാണെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് ഒരു ഡ്രസ്സ് ഇട്ടത് ഗൈസ്. ഒരു കോട്ടൻ്റെ സാധാ ഒരു ടോപ്പ്. അതാവുമ്പം ചൂടിനെ പ്രതിരോധിക്കാം, യുനോ. പിന്നെ ഓൾറെഡി നമ്മളെ കാവിലെ പരിപാടി കഴിയുമ്പോഴത്തേക്ക് സൈഡ് ആയതുകൊണ്ട് മാസ്ക് ഒക്കെ സെറ്റാ. മാസ്ക് ഇട്ടുകൊണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യം ഞാനും ഇട്ടു. നോക്കാം അവിടെ എത്തി. രണ്ടും എനക്കനാവൂല. അപ്പം നമ്മൾ കവാടത്തിനടുക്ക് എത്തി. ഇവിടെ കലവറയിൽ ഇപ്പം എത്തിയതേ ഉള്ളൂ. ഏതോ ഭാഗത്തെ കലവറ, വെള്ളൂർ ഭാഗത്തെയാണ് വിവേകാട്ടൻ്റെ ഒരു വാദം. എനിക്കിന് അഭിപ്രായമൊന്നുമില്ല. വിവേകാട്ടൻ പറഞ്ഞേനെ. വിവേകാട്ടാ എന്തുണ്ട്, സുഖം തന്നെയല്ലേ? അങ്ങനെ ഹലോ ഗായ്സ്, അപ്പം നമ്മൾ പ്രധാന കവാടത്തിലെത്തി. വിപുലമായ സൗകര്യങ്ങളോടുകൂടിയ ആരോഗ്യ ഭവനീയം പ്രവർത്തിക്കുന്നു. നമ്മളൊരു തെയ്യം കണ്ടു ഗൈസ്. ആയുർവേദം, ഹോമിയോ, അലോപ്പതി വിഭാഗങ്ങളുടെ സേവനം ലഭ്യം. പരിചയമുണ്ടല്ലോ ഇല്ലേ? ഇത് അമ്പലം എത്തിയല്ലേ? ശ്രീരാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ സ്മരണിക ഭക്തജന തിരക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ഗതാഗത കമ്മിറ്റി ഒരുക്കിയ പാർക്കിംഗ് ഏരിയയിൽ തന്നെ പാർക്ക് ചെയ്യുക. കാരണം തോറ്റം കലവറ വരുന്നില്ല. ഇത് തോറ്റം മെല്ലെ മെല്ലെ കയറുന്നുണ്ടായിരുന്നു. ക്ഷീണിച്ച അവശനായി ഇരിക്കുന്നു വിവേകാനന്ദ്. ക്ഷീണിച്ചേട്ടാ? ഞാൻ ക്ഷീണിച്ചില്ല, നീ ക്ഷീണിച്ചു. ഞാൻ നന്നായി ക്ഷീണിച്ചു കഴിച്ചു. ഞാൻ നന്നായി ക്ഷീണിച്ചു. കാരണം എൻ്റെ വേർപ്പ് കണ്ടാൽ മനസ്സിലായി. അപ്പോൾ വീഡിയോൻ്റെ വൈൻഡപ്പ് എടുക്കാൻ മറന്നുപോയി ആസ് യൂഷ്വൽ. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അവിടുന്ന് കുറച്ച് നേരം കൂടി കഴിഞ്ഞ് നമ്മൾ വേഗം വണ്ടി വിട്ടു കേട്ടോ. കാരണം ഭയങ്കര തിരക്ക്, ബ്ലോക്ക്, ആൾക്കാർ ഒന്നും പറയണ്ട. ചൂടെടുത്തിട്ട് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ബൈ.